വരുന്ന പരീക്ഷാ രീതികൾ, ഉയർന്നു വരുന്ന കട്ട് ഓഫ് മാർക്കുകൾ, സിവിൽ എഞ്ചിനീയറിംഗ് പഠനത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച് ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമി. മുന്നേറാം ഗ്രാവിറ്റിയോടൊപ്പം. ബ്രിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. PSCക്ക് ഒരുപാട് വട്ടം ചോദിക്കാൻ ഇനിയും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ടെസ്റ്റ് ഓൺ ബ്രിക്കിലെ ആദ്യത്തെ ടെസ്റ്റ് നമുക്ക് നോക്കാം. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എത്രയാണെന്നാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റിൽ നമ്മൾ നമ്മുടെ ബ്രിക്കിന്റെ ആദ്യം ഡ്രൈ വെയിറ്റ് എടുക്കും. നമ്മൾ വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ് നോക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ ബ്രിക്കിന്റെ ഡ്രൈ വെയിറ്റ് മെഷർ ചെയ്യും. ഡ്രൈ വെയിറ്റ് എന്താണ്? സാധാരണ ബ്രിക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബ്രിക്കിനെ നമ്മൾ വെയിറ്റ് എടുത്ത് വെക്കുന്നു. നമ്മൾ W1 ഒന്ന് വെച്ചു എന്ന് വിചാരിച്ചോളൂ. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ബ്രിക്കിനെ അറ്റ് എ ടെമ്പറേച്ചർ 27 ± 2 ഡിഗ്രി സെൽഷ്യസ്, ആ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണ് നമ്മൾ പറയുന്നത്. ആ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ബ്രിക്കിനെ 24 hours 24 മണിക്കൂർ എന്ത് ചെയ്യും? ഇമ്മേഴ്സ് ചെയ്ത് വെക്കും. എവിടെ? വാട്ടറിൽ. അപ്പൊ നമ്മൾ ആദ്യം ഡ്രൈ വെയിറ്റ് എടുക്കുന്നു, അതിനുശേഷം ഈ ബ്രിക്കിനെ വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്നു അറ്റ് എ ടെമ്പറേച്ചർ 27 ± 2 ഡിഗ്രി സെൽഷ്യസ്. എത്ര നേരത്തേക്ക്? 24 hours 24 മണിക്കൂർ നമ്മൾ ഇമ്മേഴ്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം ആ ഒരു വെറ്റ് വെയിറ്റ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, 24 മണിക്കൂറിന് ശേഷം വെറ്റ് വെയിറ്റ് എടുക്കുന്നു. W2 എന്ന് നിങ്ങൾ അസ്യൂം ചെയ്തോളൂ. ഇനി നമ്മൾ ചെയ്യുന്നത്, നമുക്ക് വേണ്ട എന്താണ്? നമ്മുടെ ബ്രിക്ക് എത്ര വെള്ളം അബ്സോർബ് ചെയ്തു, ആ ഒരു പെർസെൻറ്റേജ് വാട്ടർ അബ്സോർപ്ഷൻ ആണ് എനിക്ക് വേണ്ടത്. വാട്ടർ അബ്സോർപ്ഷൻ അതെന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ വെയിറ്റ്. ഏതായിരിക്കും കൂടുതൽ എന്ന് പറയുന്നത്? വെറ്റ് വെയിറ്റ് ആയിരിക്കും. ആ W2 - W1 ഡിവൈഡഡ് ബൈ ഡ്രൈ വെയിറ്റ്, അതേതാണ്? W1 × 100. ഇത് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എൻ്റെ പെർസെൻറ്റേജ് വാട്ടർ അബ്സോർപ്ഷൻ കിട്ടും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര, ഓരോ ടൈപ്പ് ബ്രിക്കിന്റെയും വാല്യൂ എത്ര വരെ ആകാം, അതാണ് നമുക്ക് പ്രധാനമായിട്ട് പഠിച്ചു വെക്കേണ്ടതും PSCയിൽ ചോദിക്കുന്നതും. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൻ്റെത് എത്രയാണെന്ന് നോക്കാം. ഫോർ ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20%. നിങ്ങൾ ഒരിക്കലും ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ അങ്ങനെ മാത്രം പഠിച്ചു വെക്കരുത്. ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 20% കൂടാൻ പാടില്ല. ഫസ്റ്റ് ക്ലാസ് ബ്രിക്കിൽ വാട്ടർ അബ്സോർപ്ഷന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20%-നേക്കാട്ടിലും കൂടിപ്പോകാൻ പാടില്ല. ഇനി അടുത്തത് സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന് എങ്ങനെയാണ്? സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ should not be greater than 22.5%. 22.5% കൂടാൻ പാടില്ല സെക്കൻഡ് ക്ലാസ് ബ്രിക്കിന്റെ വാട്ടർ അബ്സോർപ്ഷൻ പെർസെൻറ്റേജ്. അടുത്തത് ഏതാണ്? തേർഡ് ക്ലാസ് ബ്രിക്ക്. തേർഡ് ക്ലാസ് ബ്രിക്കിലേക്ക് വരുമ്പോൾ അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ഇവിടെയും ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ എത്രയാണ്? 25%. ഓക്കെ, ഈ വാല്യൂസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ഫസ്റ്റ് ക്ലാസ് ഓവർസിയർ പഠനം ഇനി അനായാസം. പഠിച്ചു തുടങ്ങാം ഗ്രാവിറ്റിയോടൊപ്പം.